എന്റെ പൊന്നുമോന് അരമനയിൽ അച്ഛൻ പട്ടത്തിന് പഠിക്കാനുള്ള സകല യോഗ്യതയുണ്ട്. ഇയാളിപ്പോ പറഞ്ഞ സ്നേഹം പുരട്ടിയ മിന്നായിരിക്കും എന്റെ കെട്ടിയോന്റെ കാമുകിയുടെ കഴുത്തേല് ഇയാള് കെട്ടിക്കൊടുത്തത്. തന്റെ ഉദ്ദേശമൊക്കെ എന്നതാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നെ തന്ത്രപൂർവ്വം ഒഴിവാക്കി അവളെയും അയാളെയും തമ്മിൽ ഒന്നിപ്പിക്കണം. അതിനു വേണ്ടി എന്ത് നാണം കെട്ട കളിയും ഇയാള് കളിക്കുന്ന് തെളിയിച്ചതാണല്ലോ. അതൊന്നും ഏശാതെ വന്നപ്പോ പുതിയ അടവുമായി പാപ്പച്ചന്റെ മനസ്സ് മാറ്റാൻ ചെന്നേക്കുന്നു. ഒരു പെങ്ങള് സ്നേഹവും കൊണ്ട് വന്നിരിക്കുന്നു. ദേ, തന്റെ അമ്മാതിരി തരികട നമ്പരൊന്നും സയനയുടെ പ്ലേറ്റിൽ വിളമ്പാൻ നോക്കല്ലേ. അതൊന്നും ഇങ്ങോട്ട് ഏശില്ല മോനെ. എന്നതാ ഇപ്പൊ അയാൾക്കൊന്നും പറയാനില്ലയോ? പറഞ്ഞിട്ട് പ്രയോജനമില്ലാത്തവരോട് പിന്നെ അതിന് മെനക്കെട്ടിട്ട് എന്നതാ കാര്യം? എന്നാലും കൂടപ്പിറപ്പായതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുക, ഈ ബന്ധം കൊണ്ട് നിനക്കോ ഈ വീട്ടിലുള്ളവർക്കോ എന്നതേലും ഒരു പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ സൈന? പിന്നെ ഒരു കാര്യത്തിൽ നിനക്ക് ആശ്വസിക്കാം, അലന് തട്ടിയെടുത്തതുകൊണ്ട് നിന്റെ ശത്രുക്കളുടെ ജീവിതം നശിപ്പിച്ചുവെന്ന്. പക്ഷേ അതോടൊപ്പം നിന്റെ ജീവിതം കൂടിയല്ലേ മോളെ നശിച്ചു പോയത്. അപ്പോ നീ വിജയിച്ചു എന്ന് അവകാശപ്പെടുന്നതിൽ എന്നതേലും സത്യമുണ്ടോ? അതുകൊണ്ട് എന്നതാ വേണ്ടതെന്ന് നീ യുക്തിപൂർവ്വം ആലോചിച്ചു നോക്ക്. പറ്റിപ്പോയ തെറ്റുകൾ തിരുത്താൻ ഇനിയും നിനക്ക് സമയമുണ്ട് മോളെ. വിട്ടുകൊടുത്തേക്കലനെ. എന്നിട്ട് നിന്നെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും ഇഷ്ടവും താല്പര്യമുള്ള ഒരുത്തനെ കണ്ടുപിടിച്ച് അവന്റെ കൂടെ അന്തസ്സായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്ക്. അപ്പോഴേ നീ ആഗ്രഹിക്കുന്ന ജയം നിനക്ക് കിട്ടിയുള്ളൂ മോളെ. ഉപദേശത്തിന് താങ്ക്സ്. അങ്ങനെ വേറൊരുത്തന്റെ കൂടെ കെട്ടിയോളായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കാനായിരുന്നെങ്കിൽ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട അയാളെ സ്വന്തമാക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ സഖാവേ. എനിക്ക് അയാളോടൊപ്പം ജീവിക്കണം. അയാളുടെ ഭാര്യയായി കഴിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അവരെ ജയിക്കും സഹോദര. അത് പൗലോസ് അച്ചായന്റെ മോളുടെ ഒരു വാശിയാന്ന് കൂട്ടിക്കും. അതുകൊണ്ട് പാപ്പിച്ചായന്റെ മനസ്സ് മാറ്റി അലനെ എന്നിൽ നിന്നും അടർത്തിയെടുത്ത് അവൾക്ക് സമ്മാനിക്കാന്ന് എന്റെ പൊന്നാങ്ങളെ കരുതണ്ട കേട്ടോ. അതിനുവേണ്ടി ഇയാൾ എനിക്ക് പുതിയ ചെറുക്കനെ തിരക്കണ്ട. എന്റെ ജീവിതം എന്റെ തീരുമാനവും ഇഷ്ടമാ. അതിലാരും ഒന്നിന്റെയും പേരിൽ ഇടപെടാൻ വന്നേക്കരുത്, കേട്ടല്ലോ? ആ, ഇത്രയും നേരം നിന്നോട് സംസാരിച്ചതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അതെന്നെ ബോധ്യപ്പെടുത്തി തന്നതിന് നിന്നോട് എനിക്ക് നന്ദിയുണ്ട്. കണ്ടാലറിയാത്തവൻ കൊണ്ടാലേ പഠിക്കുമെന്ന് നമ്മുടെ കാരണവന്മാർ പണ്ട് പറഞ്ഞിട്ടുള്ളത് എത്ര ശരിയാണ്. ഞാൻ പറയുന്ന നീ ഒന്ന് മനസ്സിരുത്തി ആലോചിക്കുമോളെ. അവര് വന്ന ആ ബന്ധത്തിന് താല്പര്യമാണെന്ന് പറഞ്ഞെങ്കിൽ നീയായിട്ട് ആ ബന്ധം വേണ്ടെന്ന് വെക്കേണ്ട കാര്യമുണ്ടോ? ആ ചെറുക്കൻ നിനക്ക് വേണ്ടി എന്തുമാത്രം ബഹളം വെച്ചിട്ടായിരിക്കും രുക്മിണിയും അവരുടെ അമ്മയൊക്കെ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഇപ്പോഴാണെങ്കിൽ നിന്നെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്കറിയുകയും ചെയ്യാം. നിങ്ങൾ തമ്മിൽ പരസ്പരം ഒരു ഇഷ്ടമുണ്ടേ. അങ്ങനെ എല്ലാം കൊണ്ടും നിന്റെ മനസ്സിനിണങ്ങിയ ഒരു ബന്ധമായിരിക്കും ഇത്. അപ്പൊ നീ ഇങ്ങനെ മുട്ടാപ്പോക്ക് പറയുന്നത് ശരിയല്ല ഗൗരി. ദമയന്തി ആന്റി പറഞ്ഞതൊക്കെ ശരിയാ. ശങ്കർ നല്ലതുപോലെ താല്പര്യം എടുത്തിട്ട് തന്നെയാവും അയാളുടെ അമ്മ എന്നെ തേടി വന്നത്. ആ ബന്ധം സ്വീകരിക്കുന്നത് കൊണ്ട് എന്റെ ഭാവി സേഫ് ആവുകയും ചെയ്യും. പക്ഷേ അമ്മാളുടെ കാര്യോ? ആന്റി എന്താ അത് ചിന്തിക്കാത്തത്? കുഞ്ഞിന്റെ കാര്യം ഇങ്ങനെയായി പോയതില് നീ എന്തു പഴിച്ചു മോളെ? ശങ്കറിനെ കല്യാണം കഴിക്കാൻ വേണ്ടി നീ അതിനെ മനഃപൂർവ്വം ഒഴിവാക്കിയതൊന്നും അല്ലല്ലോ. അതിനെ ഏതോ ദുഷ്ടന്മാര് നിന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തു. ആ കാരണം പറഞ്ഞ് നിനക്ക് കിട്ടാനിടയുള്ള നല്ലൊരു ജീവിതം വേണ്ടെന്ന് വെക്കുവോ? അത് ആ കുഞ്ഞിന്റെ വിധി. എത്ര എളുപ്പോ ദമയന്തി ആന്റി അമ്മാളുടെ കാര്യം പറഞ്ഞ് തീർത്തത്. അവളുടെ വിധി അങ്ങനെയാണെന്ന് പറഞ്ഞ് എനിക്ക് അവളെ ഒഴിവാക്കാൻ പറ്റില്ല ആന്റി. ഭഗവാന്റെ മുമ്പിൽ ഞാൻ ഇന്നും മനസ്സുരുകി പ്രാർത്ഥിച്ചത് എന്റെ കുഞ്ഞിനെ എത്രയും വേഗം എനിക്ക് തിരിച്ചു കിട്ടണമെന്ന്. അതൊക്കെ നിന്റെ നല്ല മനസ്സുകൊണ്ടാണെന്ന് എനിക്കറിയാം. പക്ഷേ നീ വേറൊരു കാര്യം ആലോചിച്ച് നോക്കിയേ. അതിനെ പ്രസവിച്ച തള്ള പോലും അത് ഒഴിവാക്കി കിട്ടിയത് സൗകര്യമാണെന്ന് കരുതി ജീവിക്കുമ്പോ അതിനെ ഓർത്ത് നീ നിന്റെ ജന്മം തൊലയ്ക്കണോ? ആ കുഞ്ഞിന് ഭാവിയോ ആയുസോ ഉണ്ടെങ്കിൽ അത് നിന്റെ ഈ തന്നെ വന്ന് ചേരും. എന്ന് വെച്ച് അതിനെ ഒപ്പം കൂട്ടിയാലേ നിനക്ക് അങ്ങോട്ട് ജീവിക്കാനാവൂ എന്ന തോന്നൽ മാറ്റണം. ദേ, നിന്നെക്കാളും ഒരുപാട് ജീവിതം കണ്ട അനുഭവത്തിൽ നിന്ന് ആന്റി പറയുന്നത്. കുഞ്ഞിനെ കിട്ടുമ്പോ എന്ത് വേണമെന്ന് അപ്പോ തീരുമാനിച്ചാ പോരെ? ആ കുഞ്ഞും നീ ആയിട്ടുള്ള ബന്ധോ അടുപ്പമൊക്കെ ശങ്കറിന് അറിയാലോ.
അപ്പൊ അവനായിട്ട് തന്നെ അവന്റെ അമ്മയും അമ്മൂമ്മയൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളൂ. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് തന്നെ ആ കൊച്ചിനെ വിളിച്ച് അവന്റെ അമ്മ പറഞ്ഞ കാര്യത്തിന് ഒരു നീക്കുപോക്കുണ്ടാക്കാൻ നോക്ക്. ഇനിയിപ്പോ ഒരിക്കൽ വേണ്ടെന്ന് പറഞ്ഞു പോയതുകൊണ്ട് നിനക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ രുക്മിണിയോട് ഞാനോ ഭരൻചേട്ടനെ വിളിച്ച് കാര്യം പറയാം. നിന്റെ കാര്യത്തിൽ ഞങ്ങൾക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടല്ലോ. വേണ്ട ആന്റി, ആരും വിളിക്കണ്ട. ആ വിഷയം അങ്ങനെ അങ്ങ് അവസാനിച്ചോട്ടെ. ശങ്കറിന്റെ അമ്മ ഇങ്ങനൊരു ആലോചനയുമായി വന്നത് ശങ്കറിന്റെ സങ്കടം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാവുമെന്ന് എനിക്കറിയാം. മകന്റെ സങ്കടത്തിന് അറുതി വരുത്താൻ ഞാനൊരു കാരണമാവുമെങ്കിൽ ആകട്ടെ എന്ന് അവർ വിചാരിക്കുന്നുണ്ടാവാം. പക്ഷെ അതിനുവേണ്ടി എന്റെ സന്തോഷവും സമാധാനവുമാണ് എന്നോട് അവർ വേണ്ടാന്ന് വെക്കാൻ പറയുന്നത്. അതെങ്ങനെയാ എന്റെ ശരിയാവുക? എന്നെങ്കിലും എനിക്ക് എന്റെ അമ്മാളൂനെ തിരിച്ചു കിട്ടിയ അവർക്ക് വേണ്ടി ഞാൻ അവളെ വേണ്ടാന്ന് വെക്കണം. എനിക്കതിന് കഴിയുമെന്ന് ആന്റിക്ക് തോന്നുന്നുണ്ടോ? അവൾക്ക് വേണ്ടിയല്ലേ നിങ്ങളുടെ മുമ്പിൽ പോലും കള്ളിയാവേണ്ടി വന്നത്. ഞാൻ അവൾക്ക് വേണ്ടി അത്രയൊക്കെ കഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും അവളെ ഒഴിവാക്കാൻ ആ അമ്മ നിർബന്ധം പിടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്നെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാ. നാളെ ഒരു കാലത്ത് ശങ്കറിന് എപ്പോഴെങ്കിലും അമ്മ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നിയ എനിക്ക് എന്റെ അമ്മാളൂനെ മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ പറ്റാണ്ടാവും. വളർന്നു വരുമ്പോ തന്നെ ആർക്കും അവളെ വേണ്ടാന്ന് അവൾക്ക് തന്നെ തോന്നിത്തുടങ്ങും. അമ്മയോ അച്ഛനോ അവളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇനി ഞാനും കൂടി അവൾക്ക് നഷ്ടപ്പെട്ട വേണ്ട ആന്റി. ഏതായാലും ആ ആലോചന അങ്ങനെ ഒഴിഞ്ഞു പോയത് നന്നായിന്നാ എനിക്കിപ്പോ തോന്നുന്നത്. പക്ഷെ മോളെ, കുഞ്ഞിനെ തിരിച്ചു കിട്ടിയിട്ടാണ് നീ ഇതൊക്കെ പറയുന്നതെങ്കിൽ അതിനൊരു ന്യായമുണ്ട്. ഇതിപ്പോ എന്താ ഏതാന്നൊന്നും അറിയാത്തൊരു കാര്യത്തിന് അറിയാനൊന്നുമില്ല ആന്റി. ആർക്കേലും വേണ്ടി ജീവിക്കണമെന്ന് തോന്നാൻ എനിക്കിനി അമ്മാളുവേ ഉള്ളൂന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് എനിക്ക് അവളെ തിരിച്ചു കിട്ടുമെന്ന് നല്ല വിശ്വാസമുണ്ട്. ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ കേൾക്കാതിരിക്കാൻ ഈശ്വരന് പറ്റുമോ ആന്റി? ഈ അമ്മയുടെ രൂപത്തിലും പിന്നെ നിങ്ങളുടെയൊക്കെ രൂപത്തിലും വന്ന് എത്ര തവണ എന്നെ രക്ഷിച്ചിരിക്കുന്നു ദൈവം. അതുപോലെ അമ്മാളുവിന്റെ കാര്യത്തിലും എന്നെ ഈശ്വരൻ കൈവിടില്ല. മോളുവാ. മോളെ, തനിച്ചായി എന്ന തോന്നൽ വല്ലാതെ വീർപ്പൂട്ടിക്കുന്നുണ്ടല്ലേ? അംബികയും വിനയനും ഒക്കെ നിന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതൊന്നും സാരമില്ല അങ്കിൾ. എന്ത് പറഞ്ഞാലും എതിർത്ത് പറയാൻ പറ്റില്ലല്ലോ. അനുസരണക്കേട് കാണിക്കാൻ നോക്കിയാ പിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടില്ലെന്ന് എന്താ ഉറപ്പങ്കിൾ? ഓന്തിന്റെ നിറം മാറുന്നത് പോലെ അംബിയുടെ കാര്യം. വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ നടക്കുന്നതെന്ന് കണ്ടാൽ അവളിൽ നിന്ന് പിന്നെ എന്തും പ്രതീക്ഷിക്കാം. എന്നുവെച്ച് അവൾ പറയുന്നതൊക്കെ അനുസരിക്കാൻ നിന്നാൽ അത് അതിനേക്കാൾ അപകടമാവും. അങ്കിൾ മോളോടൊരു കാര്യം പറഞ്ഞാൽ അനുസരിക്കാൻ മോൾ തയ്യാറാവുമോ? ആരും ഇല്ലാത്തവളല്ല നീ. നിന്നെ സ്നേഹിക്കാനും നിനക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കാനും ഇപ്പോഴും നിനക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്. അതെന്റെ മോൾ തിരിച്ചറിയണം. ഞാൻ പറയുന്നത് മോൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിന്റെ അനിയത്തിയുടെയും നീ പ്രസവിച്ച നിന്റെ കുഞ്ഞിന്റെയും കാര്യമാണ് ഞാനീ പറയുന്നത്. ഗൗരിയുടെ കാര്യം നീ വിട്ടേക്ക്. എന്തുകൊണ്ടാണ് നിനക്ക് അവളുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്തതെന്ന് എനിക്കറിയില്ല. അവളായിട്ട് നിനക്കൊരു ദ്രോഹം ചെയ്തായി എനിക്കറിയേയില്ല. അതെന്തെങ്കിലും ആവട്ടെ, അവളുടെ ജീവിതവുമായി അവൾ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ അതുപോലല്ല നീ പ്രസവിച്ച നിന്റെ കുഞ്ഞിന്റെ കാര്യം. ആരൊക്കെയോ ചെയ്ത തെറ്റിന് സ്വന്തം ജന്മം കൊണ്ട് പിഴ കൊടുക്കാൻ മാത്രം ആ പാവം കുഞ്ഞെന്ത് പിഴച്ചു? ആ കുഞ്ഞിന്റെ അവസ്ഥ എന്താണെന്ന് എൻ്റെ മോൾക്കറിയോ? നിന്റെ മോളിപ്പോൾ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ആ കുഞ്ഞിപ്പോ ഒരു അനാഥാലയത്തിലാണ് വളരുന്നത്. അച്ഛനും അമ്മയും ജീവിച്ചിരിക്കെ അനാഥാലയത്തിൽ വളരേണ്ടി വരുന്ന അതിൻ്റെ അവസ്ഥയെക്കുറിച്ച് മനസ്സിരുത്തി എൻ്റെ മോളൊന്ന് ചിന്തിച്ചു നോക്കാം.
അലനോടുള്ള ദേഷ്യം തീർക്കാൻ പ്രസവിച്ച കുഞ്ഞിനെ അനാഥാലയത്തിൽ ഉപേക്ഷിക്കുന്നത് നീതിയാണോ മോളെ? ഒരമ്മയും അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. ഈശ്വരൻ പോലും പൊറുക്കാത്ത മഹാ അപരാധമാണത്. ഇന്ന് നീ അനുഭവിക്കേണ്ടി വരുന്നതൊക്കെ ചിലപ്പോൾ അതിൻ്റെ ദോഷങ്ങളാവാം. അതുകൊണ്ട് ഇനിയെങ്കിലും അതിനോടുള്ള ദേഷ്യവും വെറുപ്പൊക്കെ കളഞ്ഞ് അതിനെ നീ സ്നേഹിച്ചു തുടങ്ങണം. അപ്പോൾ നിന്റെ ഈ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും എല്ലാം ഒരറുതി ഉണ്ടാവും മോളെ. അങ്ങനെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഈ വീട്ടിലെ അഭയം സ്ഥിരമായി കാണേണ്ടത്. മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കില്ലെന്ന് കണ്ടാൽ നിന്നെ ഇവിടെ നിന്ന് എല്ലാവരും കൂടി അടിച്ചിറക്കി വിടും. അതിനു മുമ്പ് നീ നിന്റെ ജീവിതം നിന്റെ കൈപ്പിടിയിൽ ഒതുക്കണം. അതിനുള്ള ഒരു ഇടത്താവളം മാത്രമാവണം ഇവിടുത്തെ താമസം. സ്നേഹിക്കാൻ വേണ്ടപ്പെട്ടവരുണ്ടാകുമ്പോൾ തന്നെ ജീവിതത്തിൻ്റെ അർത്ഥവും ഗതിയും ഒക്കെ നമ്മളറിയാതെ തന്നെ മാറും മോളെ. എന്തിനാ ഇതിന് ഇങ്ങോട്ട് ചുമന്നോട്ട് വന്നേക്കുന്നേ? എന്നെ കാണിക്കാനോ? എനിക്ക് കാണണ്ട. എന്തിനാ കൊച്ചിനെ കൊണ്ടുപോയി കൊല്ലുക, വളർത്തുക, എന്താണ് ചെയ്തൂടെ? ഭാവി, നമുക്ക് ഉറങ്ങണ്ടേ? കുച്ചു കുച്ചു കുച്ചു, നമുക്ക് ഉറങ്ങണ്ടേ? ഭാവിക്ക് ഉറങ്ങണ്ടേ? പാല് കുടിക്കേ, നമുക്ക് ഉറങ്ങണ്ടേ മോളൂ? കുടിക്ക് കുട്ടി, നമുക്ക് ഉറങ്ങണ്ടേ മോളൂ? വേഗം കുടിച്ചേ. നല്ല കുട്ടി, വയറൊക്കെ നിറഞ്ഞോ? നമുക്ക് വാവ ഉറങ്ങണ്ടേ? ഹലോ,
എന്താ മോളെ, പൂരത്തിനെ കണ്ട പരിചയം പോലും ഇല്ലാത്ത മട്ടിലൊരു പോക്ക്? കാണാഞ്ഞിട്ടാണോ അതോ കണ്ണിന് പിടിക്കാഞ്ഞിട്ടാണോ? എന്തോ പറ്റി പുത്തേഴത്തേക്ക് വന്നിറങ്ങാൻ? ഇനി ഒരിക്കലും ഇവിടുത്തെ പടിചവിട്ടി കാല് വൃത്തികേടാക്കാൻ വരില്ലെന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ചിട്ടാണല്ലോ അന്ന് പോയത്. പിന്നെ എന്തിനാ വന്നത്? എനിക്ക് കാണേണ്ട ഒരാൾ ഇവിടെ ഉണ്ട്, എന്റെ ചേച്ചി. ഹോ, അപ്പൊ ആ വിവരങ്ങളൊക്കെ മോൾ അറിഞ്ഞു. കണ്ടിട്ടെന്താ പരിപാടി? കൂടെ കൂട്ടാനോ അതോ കൂടെ അങ്ങ് കൂടാനോ? ചേച്ചിയുടെ കൂടെ അനിയത്തിക്കും ഇവിടെ അങ്ങ് കൂടിയാ കൊള്ളാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും കൂടെ സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ചിട്ട് ഇവിടെ അങ്ങ് കൂടാം. അതല്ല പണ്ട് നടന്നതും പഴംപുരാണമൊക്കെ പറഞ്ഞ് അവളെ ഇവിടുന്ന് ചാടിച്ചു കൊണ്ടുപോകാനാണ് അനിയത്തി മോളുടെ ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല. ആ മോഹവും മനസ്സിലിട്ട് എന്റെ മക്കൾ ഇവിടെ കിടന്ന് കറങ്ങണ്ട. ചുമ്മാ വരട്ടല്ലേ വിനയൻ ചേട്ടാ. എന്റെ കൂടെ വരാൻ ചേച്ചിക്ക് ഇഷ്ടവും താല്പര്യവും ഉണ്ടെങ്കിൽ എന്റെ ചേച്ചിയെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയിരിക്കും. അക്കാര്യത്തിൽ വിനയൻ ചേട്ടനോ ആന്റിക്കോ ആർക്കും എന്നെ തടയാൻ കഴിയില്ല. ആഹാ, മോള് കൊള്ളാലോ. അപ്പൊ പഴയ വീറും വാശിയൊക്കെ ഇപ്പോഴും അതേപടി മനസ്സിലുണ്ടല്ലേ? അതെ, വീറും വാശിയും മാത്രമല്ല, പണ്ട് ഇവിടെ നടന്ന കാര്യങ്ങളും മനസ്സിൽ ഇപ്പോഴും അതേപടി തന്നെ ഉണ്ട് വിനേട്ട. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ കഥയൊക്കെ പറഞ്ഞ് വിഴുപ്പലക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. ഞാൻ വന്നത് ചേച്ചിയെ കാണാനാണെന്ന് പറഞ്ഞല്ലോ, അതിൽ വെറുതെ ഏറ്റുപിടിക്കാൻ നിൽക്കണ്ട. നിന്നെ വലിയ മിടുക്ക് കാണിച്ചങ്ങ് പോകാൻ വരട്ടെ. അവളിപ്പോ ഇവിടെ നല്ല സുഖമായിട്ടും അന്തസ്സായിട്ടും താമസിക്കുക. ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞ് പിരികേറ്റി അവളുടെ മനസ്സ് വിഷമിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നിനക്ക് അവളോട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാ അത് എന്നോട് പറഞ്ഞാൽ മതി. അത് ഈ വല്ല കഴമ്പുള്ള കാര്യമാണെങ്കിൽ ഞാൻ അറിയിച്ചോളാം. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എനിക്ക് പറയാനുള്ളത് എന്റെ ചേച്ചിയോട് ഞാൻ നേരിട്ട് പറഞ്ഞോളാം. അത് പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? കണ്ടടം നിരങ്ങി നടക്കുന്ന നിന്നെയൊക്കെ അവളെ കാണാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല. നിന്റെ സാരോപദേശം കേട്ട് ശീലിച്ചതിന്റെ ഫലമാ ഇതുവരെ അവൾ അനുഭവിച്ചത്. കണ്ടവന്റെ ഒക്കെ കെട്ടിയാളാണെന്നും പറഞ്ഞ് കണ്ട വീട്ടിലും പോയി താമസിച്ചത് നിന്റെ കൂടെയുള്ള സംസർഗം കൊണ്ടാ. അവിടെ നിന്ന് ഞങ്ങൾ അവളെ ഏത് സാഹചര്യത്തിലാണ് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നെന്ന് നിനക്കറിയില്ല. വീണ്ടും വന്ന് കുശുമ്പും കുന്നായ്മയൊക്കെ അവളുടെ ചെവിയിൽ ഓതിക്കൊടുത്ത് വഴിതെറ്റിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അത് ഞങ്ങൾ അനുവദിച്ചു തരില്ല. നിന്ന് വേറിറങ്ങാതെ വീട്ടിൽ പോകാൻ നോക്കടി. നിക്കടി അവിടെ. അവളെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞത് കേട്ടില്ലടി നീ? കണ്ട ചന്ത പെണ്ണുങ്ങളുടെ വീടുക്ക് പുത്തേഴത്ത് വീട്ടിന്റെ മുറ്റത്ത് വന്ന് കാണിച്ചാലുണ്ടല്ലോ. വിനയ, എന്താടാ പെങ്കൊച്ചുങ്ങളെ കാണുമ്പോൾ നിന്റെ ഞരമ്പിന്റെ അസുഖം നിനക്കിതുവരെ മാറിയില്ലേ? അച്ഛൻ വെറുതെ കാര്യം അറിയാതെ സംസാരിക്കരുത്. ഇവളിവിടെ വന്നത് എന്തിനാണെന്ന് അച്ഛന്റെ വിചാരം? ഓരോന്ന് പറഞ്ഞുണ്ടാക്കി അവളെ ഇവിടുന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി വീണ്ടും വഴിപിഴപ്പിക്കാനാ? ഛേ, നിർത്തടാ. നീ എന്താ പുത്തേഴത്തെ സദാചാര പോലീസോ? വഴിപിഴപ്പിക്കാൻ നോക്കുന്നു പോലും. കൊള്ളാം, നീ തന്നെ അത് പറയണം, അത് ഇവളോട്. അമ്മയുടെ നാവിന്റെ ബലത്തില് എന്റെ മോൻ ഒരുപാടങ്ങ് കുളിരല്ലേ? നിന്റെ ഡയലോഗ് അടിയൊക്കെ അങ്ങ് സിനിമാക്കാരോട് മതി. അച്ഛനെ എഴുത്തിനിരുത്താൻ നോക്കല്ലേ നീ? നീ വാ മോളെ, നിന്നെ ആരെ ഇവിടെ തടയാൻ വരുന്നതെന്ന് നോക്കട്ടെ. വാ മോളെ. അവള് മുറിയിലുണ്ടാവും, മോള് പോയി കണ്ടിട്ട് വാ. ആ ഗൗരി, ഈ വരവ് ഞാൻ കുറച്ചു ദിവസം മുമ്പ് പ്രതീക്ഷിച്ചതാ. എന്താ ഇത്ര ലേറ്റ് ആയി പോയത്? ചേച്ചി ഇവിടെ ഉണ്ടെന്ന് ഇപ്പോഴാണോ അറിഞ്ഞത്? നീ ഒറ്റ ഒരുത്തി കാരണോ അവക്ക് ഈ ഗതി വന്നത്. കണ്ട നസ്രാണികളുടെ വീട്ടിൽ പോയി കിടക്കേണ്ടി വന്നില്ലേ അവക്ക്? ആദ്യം ഒരുത്തന്റെ കൊച്ചിനെ പിഴച്ചു പറ്റു, പിന്നെ വേറൊരുത്തന്റെ വീട്ടിൽ കെട്ടിയോളാണെന്ന് കള്ളം പറഞ്ഞ് കുടുംബത്ത് കയറി പൊറുതിയും തുടങ്ങി. ഇതൊക്കെ ഏത് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാടി? നീ ഒറ്റ ഒരുത്തി കാരണോ അവളിങ്ങനെ ഗതികിട്ട പ്രേതം പോലെ അലിഞ്ഞു നടക്കുന്നത്. എന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടായോ? നേടേണ്ടവന്മാരൊക്കെ നേടിക്കഴിഞ്ഞപ്പം അവളെ കറിവേപ്പില പോലെടുത്ത് കളയുകയും ചെയ്തു. ഞാനില്ലായിരുന്നെങ്കിലേ ദേ നിന്റെ ചേച്ചിയുടെ കുഴിമാടത്തിൽ ഇപ്പൊ പുല്ല് കിളിച്ച് നിന്നേനെ. സമ്മതിച്ചു. ഒക്കെ പുത്തേഴത്തെ അമ്പികയുടെ മിടുക്ക് തന്നെയാ. വന്ന ഉടനെ മോന്റെ വക ഒരു വിസ്താരം കഴിഞ്ഞതേ ഉള്ളൂ. അതിന്റെ ചൂടൊന്നും അറിയിട്ട് പോരെ ഇനി നിനക്ക്. തൽക്കാലം അവള് വന്ന കാര്യം നടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നിന്റെ കഥാപ്രസംഗം മുഴുവൻ കേട്ടിട്ടേ അവള് പോകുന്നുള്ളൂ. അതുവരെ അംബികാമ്മ അല്പം ഒന്ന് വിശ്രമിച്ചാട്ടെ. ഓ, കിട്ടേണ്ടവരെ കൂട്ടുകിട്ടിയപ്പം എന്താ ഒരു ഉത്സാഹം. ഇത്രയും നാള് വായിക്കാത്ത നാക്കുണ്ടായിരുന്നോ ഒന്ന് തപ്പി നോക്കണായിരുന്നല്ലോ. ഞാൻ പറയുന്നതാണോ ഇപ്പൊ കുറ്റം? എന്റെ മോനൊരു കളിതമാശ കാണിച്ചതിന്റെ പേരിൽ വേണ്ടാത്ത പുകിലെല്ലാം ഉണ്ടാക്കി ആ പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ട് പോയത് ഇവളല്ലായിരുന്നോ? നമ്മളെയൊക്കെ നാണം കെടുത്തിട്ട് കണ്ട ലോട്ടറിക്കാരുടെയും കപ്പണ്ടിക്കാരുടെയും ഒക്കെ കൂടെ പോയി പൊറുക്കുകയും ചെയ്തിട്ട് അതിലും നല്ലതല്ലായിരുന്നോ അവർക്ക് ഇവിടെ നിൽക്കുന്നത്? അതെങ്ങനെയാ? ഇവിടെ ആവുമ്പോ ഇങ്ങനെ തോന്നിവാസം കാണിക്കാനോ അഴിഞ്ഞാടി നടക്കാനോ ഒന്നും പറ്റില്ലല്ലോ. മനസ്സിന് സുഖമില്ലാത്തൊരു പെങ്കൊച്ചിനെ കൊണ്ട് ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ ഇതൊക്കെ?
എന്നിട്ട് എന്തായി? പൊന്നനിയത്തിയുടെ കയ്യിലിരിപ്പ് മനസ്സിലാക്കി കഴിഞ്ഞപ്പം അവള് തന്നെ ഇവളുടെ അടുത്തുനിന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അവക്ക് പോലും അങ്ങനെ തോന്നിയെങ്കിൽ പിന്നെ ഞാൻ പറയുന്നതിനാണോ കുറ്റം? നാക്കിന് എല്ലില്ലെന്ന് കരുതി നീ ഇങ്ങനെ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറയലേ എന്റെ പൊന്നു ഭാര്യയെ. പുത്തേഴത്തമ്പിക എന്തോ മഹാകാര്യം ചെയ്തു എന്ന നിലയില് നീ ഇപ്പൊ ഇവിടുന്ന് വിളിച്ചു പോവിയല്ലോ. അതെന്തിനാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും. സ്വയം പുകഴ്ത്തി പറയുന്നതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കൂടുതൽ തരം താഴാമെന്നല്ലാതെ മറ്റൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. കണ്ടോ, നിങ്ങൾ നന്നാവത്തില്ല മനുഷ്യ, ഒരു കാലത്ത് നന്നാവത്തില്ല. നിങ്ങളുടെ മനസ്സിലിരിപ്പ് അത്രയ്ക്ക് വൃത്തികെട്ടതാ. ഞാൻ നന്നായില്ലെങ്കിലും നിന്റെ മനസ്സിലിരിപ്പുകൊണ്ട് 3 നേരം മുട്ടില്ലാതെ കഞ്ഞി കുടിച്ചു പോകുന്നുണ്ടല്ലോ, അത് തന്നെ മഹാഭാഗ്യം. ഓ നിങ്ങൾ എന്നെ പ്രതി നിങ്ങൾ തമ്മിൽ ഒരു വഴക്ക് വേണ്ട. ചേച്ചി ഒന്ന് കണ്ടിട്ട് ഞാൻ ഇവിടുന്ന് വേഗം പൊയ്ക്കോളാം. ആഹാ, അങ്ങനെ നിനക്ക് തോന്നുമ്പോ കേറി വരാനോ അവളെ കാണാനോ ഇറങ്ങി പോകാനൊന്നും ഇവിടെ പറ്റില്ല. അവളോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരുടെ മുമ്പിൽ വെച്ച് മതി. അവളിപ്പോ നിന്റെ വാക്ക് കേട്ട് തുള്ളാൻ നിൽക്കുന്നവളൊന്നുമല്ല. അവളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. ഇനി അത് നീ ആയിട്ട് കലക്കി മറിച്ച് കളയാതിരുന്നാ മതി.